ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. നമുക്ക് ആദ്യം ഓറക്കിൾ കാർഡ് എടുക്കാം, അതിനുശേഷം ടാരോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഓറക്കിൾ കാർഡിൽ നമുക്ക് ആദ്യം ഏത് കാർഡാണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയത് ട്വിൻ ഫ്ലെയിംസ് ആണ്. ഈ ഒരു കണക്ഷൻ തീവ്രമായിട്ടുള്ളൊരു ബന്ധം, ഒരു വളർച്ച, പരിവർത്തനം, നിങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും പരസ്പരം പ്രതിഫലിപ്പിക്കുന്നു. ഈ ഒരു കാർഡ് പരസ്പരം സുഖപ്പെടുത്താനും വീണ്ടും പരിണമിക്കാനും പ്രേരിപ്പിക്കുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കോമൺ ആയിട്ട് ചില ഭയങ്ങൾ കാണും, ചില ഇൻസെക്യൂരിറ്റീസ് കാണും. സെപ്പറേറ്റ് ആകും, പിന്നെ ഒരുമിക്കും. ഓക്കെ, അപ്പോൾ ഈ ബന്ധത്തിലുള്ളവർ വരുമ്പോൾ ആദ്യം ഒരു അംഗീകാരം പരസ്പരം, പിന്നെ ഒരു ഹണിമൂൺ കാലഘട്ടം, പിന്നെ പ്രതിസന്ധികൾ വരും, വേർപിരിയും, സ്വന്തം കാര്യം നോക്കി കുറേ ദിവസം നടക്കും, വീണ്ടും പുനഃസമാഗമം. ഇതാണ് ഇവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹാമറാണ്. ഹാമർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം ചില മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഫിനിക്സ് പക്ഷി വന്നിട്ടുണ്ട്. ഈ ഒരു ബന്ധം ഒന്നും കൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണി തന്നെയാണ് മറ്റ് രണ്ട് കാർഡുകളിലും വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടേതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആണെന്നാണ് ഓറക്കിൾ പറയുന്നത്. നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ടാരോട്സ് കാർഡ് എടുക്കാം. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുമ്പം പലരും തെറ്റിദ്ധരിക്കും, എൻ്റെ ജേണി ട്വിൻ ഫ്ലെയിം ജേണി ആണെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ ഒരുപാട് പേർക്ക് അങ്ങനെ ആകാറില്ല. ചിലർക്ക് ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കും. ഓക്കെ, ഒരുമിക്കും, എന്തെങ്കിലും പ്രശ്നം വരും, പോകും, വീണ്ടും ഒന്നാകും. ഓക്കെ, അത് ആ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇപ്പം വർഷങ്ങളോളം ചിലപ്പോൾ മിണ്ടാതിരിക്കും, വീണ്ടും അവർ മിണ്ടും. അപ്പം അവർക്ക് വലിയ കാര്യത്തിൽ വലിയ പെയിൻ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും വരില്ല. ആ ഒരു ജേണി അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, സോ എല്ലാവരും ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം ജേണി ആണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഓക്കെ, 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയും ടവറിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ബന്ധം നിങ്ങളൊരു ആഗ്രഹമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ആണ്. 9 ഓഫ് കപ്സിൻ്റെ എനർജി ഇതൊരു വിഷ് കാർഡാണ്. ഓക്കെ, അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ടവർ വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ സിറ്റുവേഷൻ വരും എന്നാണ് പറയണത്. അപ്പോൾ മുമ്പുള്ള കാർഡ് നല്ലൊരു പോസിറ്റീവ് കാർഡായതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ടവർ വന്നിരുന്നാലും അതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായത്. കാർഡ് വന്നിരിക്കുന്നതും അത് തന്നെയാണ്, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ടവറിൻ്റെ അടുത്തടുത്തുള്ള കാർഡുകളെല്ലാം പോസിറ്റീവ് കാർഡായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടാകും. പക്ഷേ അതൊരു നല്ല ചേഞ്ച് ആയിരിക്കും എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കാർഡ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത കാർഡ് അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പം ടൈം ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എനർജി ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മണി ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരാൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് വേണമെന്ന് വെച്ചാൽ കിട്ടില്ല, കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് ടാരോട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ 4 കാർഡ്. നമുക്ക് 5ാമത്തെ കാർഡ് ഏതാണെന്ന് നോക്കാം. 5ാമത്തെ കാർഡ് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റും കുറേ ഇല്യൂഷൻസ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ,
നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ചില പ്രോമിസസ് ചിലർ തരുന്നത്. ചിലപ്പോൾ ചിലർ പറയും നിനക്ക് ഞാൻ ഒരുപാട് കാശ് തരാമെന്ന് പറയും. ചിലർ പറയും നിനക്ക് ഒരുപാട് ഫെയിം ഞാൻ കൊണ്ടുതരാമെന്ന് പറയും. ചിലർ പറയും നിനക്ക് പവർ തരാമെന്ന് പറയും. ഇത് പലരും കാണുന്നത് കൊണ്ട് പലർക്കും പലതായിരിക്കും ഓപ്ഷൻസ് വരുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണോ, നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഒന്നും കൂടി ഡീപ്പറായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊന്നും റിയൽ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അതെങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 50 രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തുണ്ട്. നമുക്ക് ചിലപ്പം കിട്ടിയേക്കാം, അതിന് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പം കിട്ടാതിരിക്കാം. പക്ഷേ വേറൊരാൾ പറയുകയാണ്, നമ്മളോട് വന്ന് പ്രോമിസ് ചെയ്യുകയാണ്, നീ നാളെ വന്നാൽ മതി, നിനക്ക് ഞാൻ നാളെ 1 കോടി രൂപ തരാം എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് എൻറ്റയർലി അൺറിയലിസ്റ്റിക്. എന്ന് വെച്ചാൽ നമുക്കറിയാം ആളിപ്പോൾ എന്നെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് ചിലപ്പോൾ 1 ലക്ഷം രൂപ തരുമായിരിക്കും, അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 25,000 രൂപ തരുമായിരിക്കും. പക്ഷെ 10 ലക്ഷം രൂപയൊന്നും നമുക്ക് തരില്ല. അപ്പം അങ്ങനൊരു പ്രോമിസ് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം അങ്ങനത്തെ ചില പ്രോമിസസ്, ചില അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനെ തിരിച്ചറിയാനാണ് കാർഡ് പറയുന്നത്. ഇത് ഏത് കാര്യത്തിലാവാം, പൈസയുടെ കാര്യത്തിലാവാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ആവാം, എല്ലാ കാര്യത്തിലും ആവാം. ഓക്കെ, അടുത്തത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു വിധിന്യായം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, എന്താണ് കാര്യങ്ങൾ, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത് വരുന്നത് ദ വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡെന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും. അതായത് അനുകൂലമായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വരുമെന്നല്ല, നിങ്ങൾക്ക് എന്താണോ നല്ലത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് വരും എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത്. ഓക്കെ, ചില ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. എല്ലാവരുമല്ല, നല്ല ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ആ ഒരു മൊമെൻറ്റ് വരുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അടുത്ത് വരുന്നത് 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. 8 ഓഫ് വാൻസിൻ്റെ എനർജി ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ വളരെ വേഗം നിങ്ങളുടെ അടുത്തേക്ക് യൂണിവേഴ്സ് സെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അത് റെസിസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് അൺറിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഇല്യൂഷൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കാതെ അതിനെ സ്വീകരിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, എനർജി നിങ്ങളുടെ അടുത്തേക്ക് ഫ്ലോ ചെയ്ത് വരും എന്നാണ് പറയുന്നത്, വളരെ വേഗം. അപ്പം പ്രാർത്ഥനയോടെ എനിക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷനിൽ ഇരിക്കുക. ഓക്കെ, ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു ടീം വർക്കായിട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ആ പ്രോജക്റ്റ് ഡെഡിക്കേഷനോട് കൂടി നിങ്ങളുടെ കംപ്ലീറ്റ് അറ്റൻഷൻ ആൻഡ് ഫോക്കസ് കൊടുത്ത് ചെയ്യാനാണ് നിങ്ങളോട് ടാരോട്ട് ആവശ്യപ്പെടുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. ഇനിയൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ആൻഡ് ടേക്ക് കെയർ. ഇതൊരുപാട് പ്രാവശ്യം ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു നോക്കി, പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തു. പിന്നീട് ഞാൻ റൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്ക് ഒരു കാർഡ്സും കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത കാർഡ്സ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ വന്ന കാർഡ്സെല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ട് വീണ്ടും ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. സോ അതാണ് ഇത്രയും സമയം എടുത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് ആൻഡ് ബൈ.